രാഷ്ട്രീയകാര്യ സമിതി രൂപീകരണത്തിൽ കോൺഗ്രസിൽ അതൃപ്തി. മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചെന്ന് എ ഗ്രൂപ്പ്. എംപിമാരെ തെരഞ്ഞെടുത്ത മാനദണ്ഡത്തിലും പരാതി. നിർണായക ചർച്ച നടക്കേണ്ട കമ്മിറ്റിയിൽ ആളെ കുത്തിനിറച്ചെന്ന് വ്യാപകമായ വിമർശനം. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷീജ, നേരത്തെ നടന്നിട്ടുണ്ടായിരുന്ന നിർവാഹക സമിതി യോഗത്തിലടക്കം രൂക്ഷമായ വിമർശനങ്ങൾ എ ഗ്രൂപ്പ് ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തലത്തിലുള്ള വിവിധ വിഷയങ്ങൾ ഈ രാഷ്ട്രീയകാര്യ സമിതിയിലും രൂപീകരണത്തിലും ഉന്നയിക്കുകയാണോ ഇപ്പോൾ? സമിതിയുടെ പട്ടിക പുറത്തു വന്നത് ജംബോ പട്ടികയാണ് പുറത്തു വന്നത്. വലിയ തോതിൽ ആളെ കുത്തിനിറയ്ക്കുന്ന ഒരു പട്ടികയായി പോയി ഇത് എന്നുള്ളൊരു വിമർശനം ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏതായാലും അതൃപ്തി നേതാക്കൾ തന്നെ കൂടുതലായി പ്രകടമാക്കുന്നു എന്ന് വേണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ളത്. പ്രത്യേകിച്ചും മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചു എന്നുള്ള നിലപാടാണ് ഇപ്പോൾ എ ഗ്രൂപ്പിന് ഇതിൽ ഉള്ളത്. പ്രധാനമായും അവർ പറയുന്നത് എംപിമാരെ തിരഞ്ഞെടുത്ത മാനദണ്ഡത്തിൽ പോലും വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്, പരാതി ഉന്നയിക്കുന്നുണ്ട്. നിർണായക ചർച്ച നടത്തേണ്ട കമ്മിറ്റിയിൽ ആളെ കുത്തിനിറച്ചു എന്നുള്ളതാണ് മറ്റൊരു ജംബോ പട്ടികയാണ് പുറത്തു വന്നത്. വലിയ തോതിൽ ആളെ കുത്തിനിറയ്ക്കുന്ന ഒരു പട്ടികയായി പോയി ഇത് എന്നുള്ളൊരു വിമർശനം ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏതായാലും അതൃപ്തി നേതാക്കൾ തന്നെ കൂടുതലായി പ്രകടമാക്കുന്നു എന്ന് വേണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ളത്. പ്രത്യേകിച്ചും മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചു എന്നുള്ള നിലപാടാണ് ഇപ്പോൾ എ ഗ്രൂപ്പിന് ഇതിൽ ഉള്ളത്. പ്രധാനമായും അവർ പറയുന്നത് എംപിമാരെ തിരഞ്ഞെടുത്ത മാനദണ്ഡത്തിൽ പോലും വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്, പരാതി ഉന്നയിക്കുന്നുണ്ട്. നിർണായക ചർച്ച നടത്തേണ്ട കമ്മിറ്റിയിൽ ആളെ കുത്തിനിറച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ എണ്ണം കൂട്ടിയിട്ടും നാമമാത്രമായ പരിഗണനയാണ് ഇതിൽ എ ഗ്രൂപ്പിന് ലഭിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട പരാതിയും എ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആരോപണ വിധേയരും പട്ടികയിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് എ ഗ്രൂപ്പ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വിഷയം. പട്ടിക ഏകപക്ഷീയം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് നേതൃത്വം ആരോപിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് കെ മോഹൻകുമാറിനെ പരിഗണിക്കാത്തതിലുള്ള പ്രതിഷേധം അത് വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം വി എസ് ശിവകുമാർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ തഴഞ്ഞതിലും വലിയ തോതിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇതിൽ എ ഗ്രൂപ്പ് വലിയ തോതിലുള്ള പ്രതിഷേധവും വിമർശനവും ഇതിനകം തന്നെ ഉന്നയിച്ചിട്ടുമുണ്ട്. കാവ്യ.